നമസ്കാരം. മറ്റൊരു റെസ്യൂമെ അഡ്വൈസ് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് അഡ്വൈസിന് വേണ്ടി വന്നിട്ടുള്ള ഒരു റെസ്യൂമെ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു ലോജിസ്റ്റിക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണലാണ്. അതെ, ലോജിസ്റ്റിക്സ് പ്രൊഫഷണലാണ്. അപ്പോൾ ആ പ്രൊഫൈൽ ചെക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് കോമൺ ആയിട്ട് പറയാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് പ്രൈവസി കൺസേൺസ് കാരണം പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് മാസ്ക് ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പറയുന്നത് പോലെ പറയുമ്പം മനസ്സിലാവാൻ വേണ്ടി ആളുടെ പേര് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പകരം എൻ്റെ പേര് പറയുമായിരിക്കും. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഒരു റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു റിട്ടേൺ റൂളൊന്നുമില്ല, ഇങ്ങനെ തന്നെ പാടുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് ലോജിക്കലി സെൻസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെ പറയുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഒരു കാര്യം. സോ ഞാൻ പറയുന്നത് ലോജിക്കലി ഏതൊരാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ സെൻസിബിളായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അങ്ങനെയെന്ന് തോന്നുന്നവ ഫോളോ ചെയ്യാം, അല്ലാത്തവ ഒഴിവാക്കാം. നമുക്കതിൽ തർക്കിക്കാനുള്ള സ്കോപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ റെസ്യൂമെ അഡ്വൈസിലേക്ക് കിടക്കാം. അപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ റെസ്യൂമയെ പറ്റി ഇതുപോലെ സജഷൻസും കറക്ഷൻസൊക്കെ ഒരു വീഡിയോ ഫോർമാറ്റിൽ യൂട്യൂബിൽ കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഇപ്പോൾ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ റെസ്യൂമെ വാട്സാപ്പിൽ എനിക്ക് അയക്കാം. എന്നിട്ട് റെസ്യൂമെ അഡ്വൈസ് വീഡിയോ എന്ന് കൂടി മെസ്സേജ് അയക്കുക. ഇതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ മാസ്ക് ചെയ്തിട്ട് ഇഷ്യൂസ് എന്തൊക്കെയാണുള്ളത്, അതിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് അഡീഷണലി ഇപ്പം നിങ്ങൾക്ക് ആവശ്യം റെസ്യൂമെ പ്രിപ്പറേഷൻ സർവീസോ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രിപ്പറേഷൻ സർവീസോ കാര്യങ്ങളൊക്കെയാണ്, മോക്ക് ഇൻ്റർവ്യൂ സർവീസസ് ഒക്കെ ആണെങ്കിൽ ദയവേത് ഇപ്പോൾ കാണുന്ന ഈ നമ്പറിൽ എൻ്റെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. മൈ ടീം വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ അപ്പോൾ നമുക്ക് റെസ്യൂമെ അഡ്വൈസിലേക്ക് കിടക്കാം. ഇതൊരു ട്രഡീഷണൽ റെസ്യൂമെ പോലെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ എൻ്റെ ആദ്യത്തെ ഒരു കൺസേൺ എന്ന് പറയുന്നത്, ആദ്യത്തെ ഭാഗം ഫയൽ നെയിമാണ്. finalcv.pdf എന്നാണ് ഫയൽ നെയിം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെയൊക്കെ നമ്മുടെ ഒരു പ്രൊഫഷണലിസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് നമ്മുടെ ഫയൽ നെയിമൊക്കെ. സോ അവിടെ നമുക്ക് പേര് കൊടുക്കുമ്പോൾ ഫൈനൽ CV എന്നൊക്കെയുള്ള പേരുകൾ മാറ്റിയിട്ട് റെസ്യൂമെ ഓഫ് അനന്ത് വാസുദേവ്, എൻ്റെ പേര് എങ്ങനെയായിരുന്നു ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പേരെന്താണോ അത് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാം. ഈ ഫയലിലേക്ക് വരുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡീഷണൽ റെസ്യൂമെ ആണെങ്കിലും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോണ്ടും അലൈൻമെൻറ്റും പൊസിഷനിങ്ങൊക്കെ ആയതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ഒരു അട്രാക്റ്റീവ് ഫീൽ നമുക്ക് ഈ റെസ്യൂമെ തരുന്നില്ല എന്നുള്ളതാണ് ചാലഞ്ച്. ഒരിക്കലും അട്രാക്റ്റ് ചെയ്യപ്പെടേണ്ടത് കളേഴ്സോ മറ്റ് ഡിസൈനറായിട്ടുള്ള സംഗതികളോ കൊണ്ടുവരുന്നതല്ല. പക്ഷേ എന്നാൽ പോലും കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്ന് ഇംപ്രൂവൈസ് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പം ഉദാഹരണം പറഞ്ഞാൽ ഓരോ പത്രങ്ങൾ നമ്മൾ കാണുമ്പം അതിൻ്റെ ഫോണ്ടും അലൈൻമെൻറ്റിലും ഒരു ക്വാളിറ്റിയിലൊക്കെ ഡിഫറൻസസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓരോ മാഗസിൻസ് കാണുമ്പോഴും ബുക്സ് കാണുമ്പോഴൊക്കെ അതുകൊണ്ടാണ് നമുക്കത് വായിക്കാനുള്ള താല്പര്യങ്ങൾ തോന്നും, വ്യത്യാസങ്ങൾ ഉണ്ടാവും അതിനകത്തൊക്കെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത കാര്യം. സോ ആ ഒരു ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ ഇംപ്രൂവൈസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഒരു പേജിനെ ഇങ്ങനെ രണ്ടായിട്ട് കീറി മുറിച്ച് കണ്ടൻറ്റ് കൊടുക്കുന്നതിനോട് ഞാൻ പൊതുവേ യോജിക്കാറില്ല. പല കണ്ടൻറ്റും നമ്മൾ പെട്ടെന്ന് ഇനീഷ്യൽ സ്ക്രീനിങ്ങിൽ വായിച്ച് നമുക്ക് മിസ്സായി പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൽ. സോ കണ്ടൻറ്റിലേക്ക് വരാം. ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം, നോ ഇഷ്യൂസ്. പേര് കൊടുത്തിട്ട് താഴെ സിൽറ്റ് സർട്ടിഫൈഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. എന്ത് പ്രൊഫഷണലാണ് എന്ന് ക്ലിയർ ആയിട്ട് എപ്പോഴും കൊടുക്കണം. കാരണം നിങ്ങൾ ഒരു റോളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊരു ആദ്യത്തെ സ്ക്രീനിങ്ങിന് ഇരിക്കുന്ന ഒരു റിക്രൂട്ടറെ സംബന്ധിച്ച് അവർക്കിത് ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ട് ധാരണ ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അൾട്ടിമേറ്റായിട്ട് വേണ്ടത് നിങ്ങൾ എന്ത് പ്രൊഫഷണലാണ് അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാക്റ്റ് ഡെസിഗ്നേഷൻ എന്താണ് എന്നുള്ള കാര്യമാണ് അവിടെ കൊടുക്കേണ്ടത്. സോ ഇഫ് യു ആർ എ ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ യു ഹാവ് ടു മെൻഷൻ സിൽറ്റ് സർട്ടിഫൈഡ് ലോജിസ്റ്റിക് പ്രൊഫഷണൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽ എന്ന് കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് താങ്കളുടെ ഒരു പ്രൊഫൈൽ അവിടെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. കോൺടാക്റ്റ് എന്നുള്ളൊരു ടേമിൽ താഴെ ഫോൺ നമ്പർ ഉണ്ട്, മെയിൽ ID ഉണ്ട്, ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല, ലിങ്ക് ആക്റ്റീവ് അല്ല. സോ ഞാനത് റെസ്യൂമെ ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. ദെൻ ടെക്നിക്കൽ സ്കിൽസ്, മാനേജ്മെൻറ്റ് ഇൻ ലോജിസ്റ്റിക്സ്. ഓക്കെ, അത്ര കൺവിൻസിങ് ആയിട്ടുള്ളൊരു യൂസേജ് അല്ല, എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. Soft skills, clear and concise communication, adaptability and flexibility, initiative and proactivity, okay, team management, okay. ഇവിടെ ഒരു കാര്യം, ഇപ്പോൾ ഈ സ്കിൽസിൻ്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ സ്കിൽസ് എല്ലാം ഉണ്ടോ എന്നുള്ളത് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടാവാം, നിങ്ങളുടെ ഉത്തരങ്ങളിൽ നിന്ന് അവർ അനലൈസ് ചെയ്ത് നോക്കാൻ ശ്രമിക്കുകയായിരിക്കാം. എല്ലാ റിക്രൂട്ടേഴ്സും എല്ലാ ഇൻ്റർവ്യൂവിലും ചെയ്യണം എന്നല്ല, പക്ഷേ they will be doing that. Majority of them will be doing that. അപ്പോൾ നമുക്കില്ലാത്ത സ്കിൽസ് എഴുതിയാൽ അതേപ്പറ്റി നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ്, മ്യൂസിക്, ഡ്രൈവിംഗ്. റെസ്യൂമേൽ ഹോബീസിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇൻട്രസ്റ്റ് ഓർ ഹോബീസ് എഴുതേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. ലാംഗ്വേജസ് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ലാറ്റിൻ, മലയാളം. ഓക്കെ, ഞാൻ പൊതുവേ സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും അവസാനം ഒരു പേഴ്സണൽ ഡീറ്റെയിൽസിന് ഒരു ഹെഡ് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്തും ഇന്ത്യക്ക് പുറത്തേക്കും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നാഷണാലിറ്റി അല്ലെങ്കിൽ പാസ്പോർട്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ, ലാംഗ്വേജസും
കറൻറ്റ് ലൊക്കേഷനൊക്കെ ആ ഒരു ഹെഡിൻ്റെ അണ്ടറിൽ കൊടുക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പൊതുവേ. ഇനി ഇപ്പുറത്തേക്ക് വരുന്ന സമയത്ത് എബൌട്ട് മീ എന്നാണ് ഒരു ഹെഡിങ് ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുള്ളത്. നോ, ഇത് റെസ്യൂമെയാണ്. ഇത് നമ്മുടെ വേറെ ഡോക്യുമെൻറ്റ്, കാഷ്വൽ ഡോക്യുമെൻ്റ് ഒന്നുമല്ല, ഫ്രണ്ട്ഷിപ്പ് ഡോക്യുമെൻ്റ് പോലൊന്നുമല്ല. അപ്പം നമ്മൾ അവിടെ ഒരു പ്രൊഫൈൽ സമ്മറി എന്ന് തന്നെ കൊടുക്കുക. പിന്നെ റെസ്യൂമെയിൽ ഒരിക്കലും ഐ, മീ, മൈ, മൈൻ, മൈസെൽഫ് തുടങ്ങിയ വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക, ഒരു ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവിൽ വരുന്നവ. അപ്പം ഇവിടെ ഹെഡിങ്ങിൽ തന്നെ ആദ്യം തന്നെ എബൌട്ട് മീ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യാത്തൊരു രീതിയാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ആൻ എക്സ്പേർട്ട് ഇൻ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജി, ഓപ്പറേഷൻസ്, വെയർ ഹൗസിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെൻറ്റ് ഹു ഹോൾഡ്സ് ദ ഡെസിഗ്നേഷൻ ഓഫ് സർട്ടിഫൈഡ് ലോജിസ്റ്റിക്സ് പ്രൊഫഷണൽസ്, CILT. അവിടെ ടി എവിടെ? വിത്ത് പ്രൂവൺ എബിലിറ്റി, അവിടെ ആ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് സ്പേസ് വരണേ. പിന്നെ വിത്ത് പ്രൂവൺ എബിലിറ്റി ടു എഫക്റ്റീവ്ലി മാനേജ് ടീംസ്, അഡാപ്റ്റ് സ്വിഫ്റ്റ്ലി ടു ചേഞ്ചിങ് സർക്കംസ്റ്റൻസസ് ആൻഡ് എൻഹാൻസ് ലോജിസ്റ്റിക് പ്രോസസ്സസ്. ആ ഒരു സെൻറ്റൻസ് അത്ര എന്താ പറയുക, ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യുന്നില്ല. ഐ എം സീക്കിംഗ് എ ചലഞ്ചിങ് പൊസിഷൻ ഇൻ സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷൻ വെയർ ഐ ക്യാൻ ലെവറേജ് മൈ സ്കിൽസ് ടു എൻഹാൻസ് പ്രൊഡക്ടിവിറ്റി. സോ നോ, അത് അങ്ങനെയുള്ള സംഗതികളുടെ ആവശ്യമില്ല. ഇതൊരു ഗൂഗിളിൽ സ്ഥിരം കിട്ടുന്ന റെഗുലർ ടെംപ്ലേറ്റാണ്. ഐ എം സീക്കിംഗ് എ ചലഞ്ചിങ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. വെറും പ്രഹസനമാണെന്ന് നിങ്ങൾക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. സോ അത് ഒഴിവാക്കുക. നമ്മളുടെ പ്രൊഫൈലിൻ്റെ ഒരു ബ്രീഫ് ഇപ്പോൾ ആദ്യം എഴുതിയ കാര്യങ്ങൾ പോലെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളായതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആദ്യം കൊടുക്കുക. സോ ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയതുകൊണ്ട് മേ ബി എഡ്യൂക്കേഷൻ്റെ അണ്ടറിലേക്ക് വേണമെങ്കിൽ അതും കൂടെ കൊണ്ടുവരാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് മുകളിൽ കൊടുക്കുക. ആദ്യം കോഴ്സിൻ്റെ ഫുൾ നെയിം, ദെൻ കോഴ്സ് കണ്ടക്ട് ചെയ്ത അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരും ലൊക്കേഷനും, ദെൻ മന്ത് ആൻഡ് ഇയർ, കംപ്ലീറ്റഡ് ആവുന്ന മന്ത് ആൻഡ് ഇയർ കൊടുക്കുക. അതിനുശേഷം അടുത്തത് ബാച്ചിലർ ഓഫ് ആർട്സ് ഇംഗ്ലീഷ്, എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, കേരള യൂണിവേഴ്സിറ്റി, തിരുവനന്തപുരം. ദെൻ ഏത് മാസം വർഷം കംപ്ലീറ്റ് ആയി, മാസം ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പീരീഡ് വേണമെങ്കിൽ കൊടുക്കാം, 2020 to 2023 എന്ന രീതി വേണമെങ്കിൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാം. സാപ്പ് സർട്ടിഫിക്കേഷൻ, എൻട്രി എലവേറ്റ്, അത് ഏത് മാസം വർഷമാണ് അത് കൊടുക്കാം. സാപ്പ് ERP, അതിൻ്റെ ഡീറ്റെയിൽസ് ഈ പറഞ്ഞ പോലെ ആര് ഇഷ്യൂ ചെയ്തതാണ്, ഏത് മാസം വർഷമാണെന്നുള്ളതും പിന്നീട് കൊടുക്കാം. പിന്നെ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് പാർട്ടിസിപ്പേഷൻ, ഈ എന്തെങ്കിലുമൊക്കെ പോയി പങ്കെടുത്തതൊന്നും നമ്മുടെ റെസ്യൂമിലൊന്നും കൊടുക്കും. റെസ്യൂമെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നമ്മളെ മാർക്കറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളിപ്പോൾ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു, ഒരു വെബിനാർ അറ്റൻഡ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് അവിടെ ഒരു പേപ്പർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തൊരു മേജർ റോള് വഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം. അതല്ലാണ്ട് നിങ്ങളുടെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തത് അവിടെ ഒരു ഉറക്കം തൂങ്ങുമായിരുന്നോ എന്ന് പോലും നമുക്കറിയില്ലല്ലോ. അത് മാത്രമല്ല അതിൽ നിന്ന് എന്തോ ഒരു ഇൻസൈറ്റ്സ് ഉണ്ടായത്, എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് എങ്ങനെ ബെനിഫിഷ്യൽ ആയെന്നൊന്നും അറിയില്ല. സോ അങ്ങനെ കിട്ടുന്നതിൽ യാതൊരു കാര്യമില്ല. അപ്പം എപ്പോഴും ആ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അണ്ടിൽ ആൻഡ് അൺലെസ് അത് അത്രയും മേജറായിട്ടുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്കൊരു അവിടെ ഒരു പ്രസക്തി ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതിയാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ലാത്തത് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നൊരു ഫീൽ ഉണ്ടാകും. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക. NCC കേഡറ്റ് വോളണ്ടിയറിങ് എക്സ്പീരിയൻസസിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എക്സ്പേർട്ട് അക്കൗണ്ട്, ഓക്കെ, പ്രത്യേകിച്ച് പർപ്പസ് ഇല്ല. പാർട്ടിസിപ്പേറ്റ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് എൻഗേജ്മെൻറ്റ് സെയിം. സോ ഇതിനകത്ത് അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയാനൊന്നുമില്ല, ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് മാത്രമാണുള്ളത്. അപ്പം വോളണ്ടിയറിങ്ങിൽ NCC കേഡറ്റ് ഉണ്ട്, സ്കൂൾ ലെവലിൽ ഏത് മാസം വർഷം ആ ഒരു പീരീഡ് നമുക്ക് എന്ന് മുതൽ എന്ന് വരെയുള്ള പീരീഡ് കൊടുക്കാം. സോ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് എനിക്ക് ജനറേറ്റുള്ളത്. സോ ഇതൊന്ന് ഓവറോൾ ഒരു ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ വലിയൊരു കമ്പനിയിലേക്ക് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ പോകാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ടു റീവർക്ക് യുവർ റെസ്യൂമെ. പിന്നെ ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് വർക്ക് ചെയ്യുന്നില്ല, ഞാനത് കോപ്പി ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇല്ല, ഞാനിപ്പോൾ ലിങ്ക്ഡിൻ എന്ന പ്രൊഫൈൽ തപ്പിയെടുക്കാൻ നോക്കാം. സോ ഞാൻ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഒന്ന് തപ്പിയെടുത്തു. ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ എൻ്റെ സജഷൻ, ഇത് ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് റെസ്യൂമെയിൽ കൊടുക്കരുത്. കാരണം ഈ ഒരു പ്രൊഫൈൽ കൊണ്ട് പ്രത്യേകിച്ച് താങ്കൾക്ക് ഒരു തരത്തിലും പോസിറ്റീവായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവില്ല. സെൻസിബിളായിട്ട് വളരെ സിമ്പിളായിട്ട് ഒന്ന് ചിന്തിക്കുക. എന്തിനാണ് നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൻ്റെ ലിങ്ക് റെസ്യൂമെയിൽ വെക്കുന്നത്? നമ്മൾക്ക് കുറേ കാര്യങ്ങൾ റെസ്യൂമെ വായിക്കുമ്പോൾ കിട്ടുന്നു, അതിനപ്പുറമുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ലിങ്ക് വെക്കുന്നത്. ഇതിൽ റെസ്യൂമെയിലുള്ള കാര്യങ്ങൾ പോലും മുഴുവനില്ല. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് അഡീഷണൽ ഇൻഫർമേഷനാണ് കിട്ടുക? ഒന്നും കിട്ടുന്നില്ല. സോ വെറുതെ എന്നെ മെനക്കെടുത്തി എൻ്റെ ഒരു 2-3 മിനിറ്റ് ഞാൻ ഇത് കോപ്പി ചെയ്യാൻ നോക്കുന്നു, പിന്നെ പ്രൊഫൈൽ വന്ന് സെർച്ച് ചെയ്തെടുക്കുന്നു, അങ്ങനെ എൻ്റെ സമയം പോയി. സോ അതൊരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തു. കാരണം പേരുണ്ട്, ഒരു ഹെഡ്ലൈൻ വലിയ തിരക്കായിട്ടാണ് കൊടുത്തിട്ടുണ്ട്, 0 കണക്ഷൻസ് ആണ്, ഒരു കണക്ഷൻ പോലും ചെയ്തിട്ടില്ല. 100 കണക്ഷൻസ് ഒക്കെ മിനിമം വേണ്ട ഒരു കാര്യമാണ് ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ എബൌട്ടിലേക്ക് വരുന്ന സമയത്ത് കണ്ടൻറ്റ് കുറേ കൂടി ഇമ്പ്രൂവൈസ് ചെയ്ത് എഴുതിയത് വളരെ പ്ലെയിൻ ആയിപ്പോയി. സ്കിൽസ് എഴുതിയിരിക്കുന്നു, ക്വാളിഫിക്കേഷനൊക്കെ പ്ലെയിൻലി എഴുതിയിരിക്കണം, അതൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവൈസ് ചെയ്യുക. ക്യാൻ യൂസ് ദ ഹെൽപ്പ് ഓഫ് ChatGPT.
ദെൻ ആക്ടിവിറ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല, ഒരു ലൈക്കോ കമൻറ്റോ പോലും ചെയ്തിട്ടില്ല. വോളണ്ടിയറിംഗിലും ഇവിടെ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ ബാക്കിയൊന്നുമില്ല പ്രത്യേകിച്ച്, വളരെ പ്ലെയിനാണ്. അപ്പം അത് ശരിയല്ല. യു ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. അത് വർക്ക് ചെയ്തിട്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ഒരു ലിങ്ക് റെസ്യൂമേൽ വെക്കുക, അല്ലെങ്കിൽ യു വിൽ ഹാവ് ടു ഇഗ്നോർ ഇറ്റ്. സോ ഇത്രയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിവേ, ഒരു നല്ല കമ്പനിയിലേക്ക് ഇന്ത്യക്ക് പുറത്തേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ യു ഹാവ് ടു വർക്ക് ഓൺ യുവർ റെസ്യൂമേ ആൻഡ് ഡെഫിനറ്റ്ലി ഓൺ യുവർ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. അപ്പോൾ അത്രയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സോ ഇനി മറ്റാർക്കെങ്കിലുമൊക്കെ ഇതുപോലെ റെസ്യൂമേ അഡ്വൈസ് വീഡിയോ ഫോർമാറ്റിൽ കാണണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ റെസ്യൂമേ വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരാം. റെസ്യൂമേ അഡ്വൈസ് വീഡിയോ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വേണ്ടത് റെസ്യൂമേ പ്രിപ്പറേഷൻ സർവീസ് ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന നമ്പറിൽ എൻ്റെ ടീമിനെ കോൺടാക്ട് ചെയ്യുക. ദേ വിൽ ബി ഹെൽപ്പിംഗ് യു. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വഴി അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.